ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോളിയുടെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ഹോളി സെലിബ്രേഷന് മുൻപായിട്ട്, അതായത് നമ്മൾ കളർഫുള്ളായിട്ടുള്ള ഹോളി സെലിബ്രേഷൻ ഇല്ലേ, അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിസാഹസികമായിട്ട് ഞാൻ പകർത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണാം. ഇതൊരു ഏരിയ ആണ് കേട്ടോ, നമ്മളുടെ ഒരു ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു പ്ലെയിൻ ഏരിയ. അപ്പോൾ ഞാനൊരു വൈകിട്ടത്തെ സമയത്ത് ഒരു 4 മണി നേരത്ത് ഞാൻ ഈ ഹോളിയുടെ തലേ ദിവസം എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഏരിയയിൽ അവരെ വൃത്തിയാക്കിയിട്ട് ചെറിയ തടം എടുത്തിട്ട്, റൗണ്ട് ഷേപ്പിൽ തടം എടുത്തിട്ട് അതിൻ്റെ നടുവിൽ 2-4 വലിയ മരങ്ങളൊക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് എന്താ പറയുക ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഞാനും എൻ്റെ മക്കളും നേരെ അത് കാണാനുള്ള പരിപാടിയാണ്. ഇതതിൻ്റെ പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ചുറ്റും കോലം വരയ്ക്കണ പോലെ പല കളേഴ്സ് വെച്ചിട്ട് അവരിങ്ങനെ വരയ്ക്കല്ല, ഇങ്ങനെ കൈ കൊണ്ടിടും. പക്ഷേ ഇത് ഞാൻ ഇതിൻ്റെ പിറ്റത്തെ ദിവസം ഞാൻ മേളിൽ നിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് താഴെ ഇത് ചെയ്യുന്നത് കാണാം കേട്ടോ. ഇതാണ് മല്ലിക ആൻറ്റിയാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. പിന്നെ ഈ ചെയ്യുന്നത് സുരേഖ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ്. സുരേഖയും മല്ലിക ആൻറ്റിയുടെയും ഹാർഡ് വർക്കാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എൻ്റെ മക്കളാണ് ആ നിൽക്കുന്ന 2 പേര്. അപ്പോൾ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർക്കൊരു അത്തക്കളത്തിൻ്റെ വേറൊരു രീതിയാണ് ഇത് കണ്ടപ്പോൾ തോന്നണേ. ഇപ്പം ഞാൻ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവർ ഇത് എന്താ ചെയ്യണേന്ന് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേളിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ ചേച്ചി ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോഴേക്കും ഞാൻ തിരിച്ച് ഉടനെ ഞാൻ താഴേക്ക് വന്നിട്ട് കാര്യം ഇതെനിക്ക് കാണണം, വീഡിയോ എടുത്ത് വയ്ക്കണം എന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ അവർ ഇത്രയും കവർ ചെയ്തു എന്നുള്ള അത്ര ഫാസ്റ്റായിട്ടാണ് അവർ ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്തത്. ചുറ്റും ചെറിയ രീതിയിൽ ഒരു തോരണമൊക്കെ കെട്ടിയിട്ടുണ്ട് പഴയ കാലത്തിൻ്റെ പോലെ. ഇനി ഇതാണ് അപ്പം ഹോളിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ള ഭൂമി അല്ലെങ്കിൽ സ്പേസ്. ഇത് ഹോളി നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ വലിയ കുറുമ്പൊന്നും ഇല്ലാണ്ട് ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തീരുമാനിച്ചെടുത്തത്. മല്ലിക ആൻറ്റി ചെറിയ മോളെ കൈ പിടിച്ചിട്ട് ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാൻ പോവാം. അപ്പോൾ ഈ ഇപ്പോൾ സൈഡിൽ കൂട്ടിയിരിക്കുന്ന ചവറ് കുറച്ച് കരിയിലകളൊക്കെ ഉണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അത് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ വലിയ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം ഉണക്കിയതും കുറേ കളറുകളും തേങ്ങയും പിന്നെന്താ പറയുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ തോരണങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട്. ഇത് ചവറ്. ഇവിടെയുള്ള എല്ലാ ഏരിയയും ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട്. തുളസിത്തറയ്ക്ക് ചുറ്റും വരെ ഡിസൈനൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആളുടെ മോനാണ് പ്രഹ്ലാദൻ. അപ്പോൾ ആൾക്ക് വിഷ്ണു ഭഗവാന്റെ മേലെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് ദൈവം, എന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ആളെന്ത് ചെയ്തു, ആളിത് പറഞ്ഞു. അപ്പോൾ മോൻ മാത്രം ഇത് താല്പര്യപ്പെട്ടില്ല. അവൻ ഈ പ്രഹ്ലാദൻ ഭയങ്കര വിഷ്ണു ഭഗവാന്റെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ട് പ്രഹ്ലാദൻ ഇതിന് സമ്മതിച്ചില്ല. അപ്പോൾ ഈ ഹിരണ്യകശിപുവിൻ്റെ അനിയത്തിയാണ് ഹോളിക എന്ന് പറയുന്നത്. അപ്പോൾ ഇവരോട് പറഞ്ഞു, ഇവർക്ക് അഗ്നി ഇവരെ തൊടില്ല എന്നുള്ള, തീ ഇവരെ ഏശില്ല എന്നുള്ളൊരു ബിലീഫ് ഉണ്ടായിരുന്നു, എന്തോ ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോളിക പ്രഹ്ലാദനെ മടിയിലിരുത്തിയിട്ട് തീയിലിരുത്തി. അപ്പോൾ പ്രഹ്ലാദൻ മരിച്ചുപോലോ, അപ്പം മോനെ കൊല്ലാനാണ് ഒരുങ്ങണതെന്ന് ആലോചിക്കണം. അത്രയ്ക്ക് ആളുടെ ഉള്ളിൽ ദൈവമാണ്, എനിക്ക് അധികാരം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ ഇടപെട്ടിട്ട് ഈ ഹോളിക കത്തി നശിക്കുകയും ചെയ്തു. പ്രഹ്ലാദനൊരു കുറൽ പോലും വന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ദശ. അതായത് തിന്മ ഇല്ലാണ്ടാവുകയും നന്മ അവിടെ ജയിക്കുകയും ചെയ്തു. ദൈവം അവിടെ ജയിച്ചു, തിന്മ അവിടെ ഇല്ലാണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇവരിങ്ങനെ ഉണ്ടാക്കി, ഹോളിയുടെ തലേ ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ പൂജ ചെയ്യുന്നത്. ഈ ആൾക്കാർ കണ്ടോ, അത് കത്തിക്കണത് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അവിടെ തീ കൊളുത്തി കത്തിച്ചിട്ട് ഇവർ ഈ പൂജയാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഇവർ പ്രസാദം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ കാണുന്നില്ല, ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും. അപ്പോൾ അതൊക്കെ അവർ നിവേദ്യം പോലെ അവിടെ സമർപ്പിക്കും കേട്ടോ. എന്നിട്ട് അവർ പ്രാർത്ഥിക്കും. അവർ ചുറ്റും വലം വയ്ക്കും കുറേ പ്രാവശ്യം. ഈ താലത്തിൽ ഈ തേങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രസാദമൊക്കെ ആയിട്ട് വലം വെച്ചിട്ട് ചിലർ തേങ്ങ അതിലേക്ക് എറിയും, ചിലർ തേങ്ങ അവിടെ ഇട്ട് പൊട്ടിക്കും. അവിടെ ഒരു കല്ലുണ്ട്, അവിടെ എറിഞ്ഞ് പൊട്ടിക്കണ കാണാം. അങ്ങനെ ഭയങ്കര ഭംഗിയിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കുങ്കുമവും ചന്ദനമൊക്കെ നമുക്ക് തൊട്ട് വരും.
പിന്നെ അത് അവരുടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ആ കുട്ടി കണ്ടോ, ഒരു പൊരി പോലത്തെ സാധനം നമുക്ക് തരും. അപ്പോൾ നമ്മളും അവർക്ക് തിരിച്ച് ഈ ഈ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കണം. പിന്നെ ഇത് കണ്ടോ, ഇതാ നിവേദ്യം വെച്ചിട്ടുള്ളതായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൽ കുറേ എന്താണ് ബോളി പോലത്തെ എന്താണെന്ന് തോന്നുന്നു, അങ്ങനെ സ്വീറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഹോളി എന്ന് പറയുന്നത്. ശരിക്കുള്ള ഹോളിയുടെ മുൻപത്തെ ചടങ്ങുകൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ ഇഷ്ടമായില്ലോ, ഒരു കൗതുകം തോന്നണില്ലേ? അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ആരും കാണാതെ, അവരുടെ വിചാരം ഞാൻ ഭയങ്കര, പക്ഷേ എനിക്കിത് കാണിക്കണം എന്നുണ്ടായിരുന്നു നമ്മൾ മലയാളികളെ, അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഒന്നും അറിയാതെ ഒരു പാവം പൂച്ച, ഇവിടെ സ്ഥിരം ഓടിക്കളിച്ച് നടന്നിരുന്ന ഏരിയയിലുള്ള പൂച്ച പാവം, അതിന് സ്ഥലം ഇല്ലാണ്ട് ഓടിപ്പോയി. പിള്ളേരച്ച അതാ അങ്ങ് ദൂരെ, ഞാൻ മാറി നിൽക്കുക പേടിച്ചിട്ട്, അവനൊരു ഗണ്ണായിട്ട് നിൽക്കുകയാണ് കളറ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ടാറ്റാ, ഹാപ്പി ഹോളി.